തുടങ്ങല്ലേ അപ്പോൾ നമുക്ക് തുടങ്ങിക്കോ. ആ ഓ തുടങ്ങിക്കോളൂ തുടങ്ങിക്കോളൂ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എല്ലാവരും ഉപയോഗിക്കുന്നതായിരിക്കും SIP കാൽക്കുലേറ്റർ അറിയോ? നമ്മൾ മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പം നമ്മളൊരു ഗോളൊക്കെ നിശ്ചയിച്ചിട്ട് നമുക്കൊരു ഇത്ര എമൗണ്ട് വേണമെന്നുള്ള നിശ്ചയിച്ചിട്ട് അപ്പോൾ എത്രയാണ് നമുക്ക് എമൗണ്ട് SIP ചെയ്യേണ്ടി വരിക എന്നറിയാൻ വേണ്ടിയിട്ട് കാൽക്കുലേറ്റർ ഉണ്ട്. ഓക്കെ നമ്മൾ ഇപ്പോൾ ഒരു ഗോൾ നിശ്ചയിച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്യുകയാണ് മ്യൂച്വൽ ഫണ്ടിൽ, ഒരു പ്ലാൻ ചെയ്യുകയാണ്. നമുക്കിപ്പോൾ ഒരു 10 വർഷം കഴിഞ്ഞിട്ട് ഒരു 50 ലക്ഷം വേണം, അല്ല ഒരു എമൗണ്ട് നിശ്ചയിച്ചിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് എത്ര SIP ചെയ്യേണ്ടി വരുമെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള കാൽക്കുലേറ്റർ. ഓക്കെ SIP കാൽക്കുലേറ്റർ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്താൽ മതി. ഇപ്പോൾ നിങ്ങളിവിടെ കണ്ടിട്ടുണ്ടാവും SIP കാൽക്കുലേറ്റർ, ഒരുപാട് കാൽക്കുലേറ്റർ കിട്ടും. ഇവിടെ ഞാൻ ഉപയോഗിക്കുന്നത് ഈ ET മണി എന്നുള്ള കാൽക്കുലേറ്ററാണ്. സിപ്പ് കാൽക്കുലേറ്റർ കണ്ടോ? ഓക്കെ 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 ET മണി അത് ഗൂഗിളിൽ ജസ്റ്റ് SIP കാൽക്കുലേറ്റർ സിപ്പ് കാൽക്കുലേറ്റർ ഒന്ന് സെർച്ച് ചെയ്താൽ മതി, ഒരുപാട് കാൽക്കുലേറ്റർ കിട്ടും. ഇവിടെ ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് ET മണി എന്ന് പറയുന്ന ഒരു വെബിൻ്റെ സിപ്പ് കാൽക്കുലേറ്ററാണ്. ഓക്കെ ഇതിൽ ഒന്ന് നമുക്കിവിടെ നമ്മുടെ ഗോൾ നമുക്ക് അറിയുമെങ്കിൽ നമുക്ക് എമൗണ്ട് ആദ്യം കൊടുക്കാം. ഇവിടെ ആരെങ്കിലും ഒരു എമൗണ്ട് പറഞ്ഞോളൂ, ഒരു നിങ്ങൾക്ക് വേണ്ട എമൗണ്ട് ഞാൻ തന്നെ കൊടുക്കുകയാണ്. ഇവിടെ ഒരു 50 ലക്ഷം രൂപ കൊടുക്കുകയാണ്. നമ്മുടെ ഗോള് ഒരു 50 ലക്ഷം രൂപയാണ്. 50 ലക്ഷം രൂപ. എന്നിട്ട് നമ്മുടെ ടാർഗറ്റ് എത്താനുള്ള വർഷവും കൂടെ കൊടുക്കുക. ഇവിടെ ഞാനിപ്പോൾ ഒരു 10 വർഷം കൊടുക്കുകയാണ് ഫോർ എക്സാമ്പിൾ. എന്നിട്ട് നമ്മൾ ഇവിടെ ശതമാനം നമ്മൾ പ്രതീക്ഷിക്കുന്ന ഇതിൽ നിന്ന് എത്ര റിട്ടേൺ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്ന ശതമാനം കൂടെ കൊടുക്കുക. എത്ര നമ്മൾ ഇന്ന് റിട്ടേൺ പ്രതീക്ഷിക്കുന്നത് എന്നുള്ളത് മാക്സിമം ഒരു 15ഒക്കെ കൊടുക്കാൻ പാടുള്ളൂ. നമ്മൾ പല മ്യൂച്വൽ ഫണ്ട് എടുത്ത് നോക്കുമ്പോൾ അതിന് കൂടുതലൊക്കെ കാണും, പക്ഷെ അത് ചിലപ്പോൾ കിട്ടണം എന്ന് ഉറപ്പില്ല. അപ്പോൾ ഒരു മാർക്കറ്റിൻ്റെ ഒരു ആവറേജ് റിട്ടേൺ എന്ന് പറയുന്നത് ഒരു 12 to 15%. കേൾക്കാമല്ലോ? കേൾക്കും ചെയ്യാൻ സ്ക്രീനും കാണുന്നുണ്ടല്ലോ. ഓ കാണുന്നുണ്ട്. സൗണ്ട് മ്യൂട്ട് വെച്ചേക്കാണ്, ഡിസ്റ്റർബ് ഉണ്ടാന്ന് വെച്ചിട്ട്. ഓക്കെ ഓക്കെ. അല്ല ആരെങ്കിലും ഒരാളെങ്കിലും പറഞ്ഞാൽ മതി, ഡിസ്റ്റർബ് ഇല്ലാത്ത ആളല്ല. എനിക്ക് അങ്ങോട്ട് കേൾക്കുന്നുണ്ടോന്ന് അറിയില്ലല്ലോ. ഓക്കെ ഓക്കെ. അപ്പോൾ ഇത് ഞാൻ കണ്ടു ഇവിടെ 50 ലക്ഷമാണ് നമ്മുടെ ടാർഗറ്റ്. 10 വർഷത്തേക്കാണെങ്കിൽ 15% നമ്മൾ റിട്ടേൺ പ്രതീക്ഷിക്കുകയാണെങ്കിൽ നമ്മൾ ഏകദേശം 18,000 രൂപ 17,900 രൂപ 18,000 രൂപ സിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ടാർഗറ്റിലെത്തും. കേൾക്കുന്നുണ്ടല്ലോ? അപ്പോൾ ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, മ്യൂച്വൽ ഫണ്ടിൽ എപ്പോഴും നമ്മളൊരു ഗോൾ ഒരു ടാർഗറ്റ് നമുക്ക് പല കാര്യങ്ങൾക്കും ഒരു ടാർഗറ്റ് നിശ്ചയിച്ച് അതിനുള്ള സിപ്പ് ചെയ്യണം. അപ്പോൾ അല്ലാതെ നമ്മളൊരു 1000 ചെയ്യുക 2000 ചെയ്യുക എന്നുള്ള അർത്ഥത്തിലല്ല, നമ്മളൊരു ടാർഗറ്റ് നിശ്ചയിക്കണം. ആദ്യം തന്നെ ഒരു ഗോൾ നിശ്ചയിച്ചിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യണം. ഇത് പിന്നെ മന്ത്ലി സിപ്പ് അല്ലേ? മന്ത്ലി സിപ്പ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പ്ലാൻ ചെയ്യാം എത്ര ചെയ്യേണ്ടി വരും. നമ്മളിപ്പോൾ ഒരു വീട് കെട്ടാൻ വേണ്ടിയിട്ടാണെങ്കിലും അല്ല മറ്റു പല കാര്യങ്ങൾക്കും ഒരു ഗോൾ ടാർഗറ്റ് നിശ്ചയിച്ചിട്ട് ചെയ്യുന്നെങ്കിൽ എത്രയെങ്കിലും ചെയ്താൽ നമുക്ക് ആ എമൗണ്ടിൽ എത്തില്ലല്ലോ. അപ്പോൾ ഈ ഒരു കാൽക്കുലേറ്റർ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാം, നമുക്കിത് ഒരു പ്ലാൻ ചെയ്യാം. ഇവിടെ കാണുന്നുണ്ടല്ലോ. അപ്പോൾ ആദ്യം നമ്മുടെ എമൗണ്ട് കൊടുക്കുക, നമ്മുടെ ഗോൾ എമൗണ്ട് കൊടുക്കുക, പിന്നെ എത്ര വർഷം എന്ന് കൊടുക്കുക നമ്മളെ ഗോൾ എത്താനുള്ളത്. എന്നിട്ട് ഇവിടെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ശതമാനം അത് പലപ്പോഴും ഒരു 12 കുറച്ച് കൊടുത്താലും കുഴപ്പമില്ല. മാക്സിമം ഒരു 15ൻ്റെ മുകളിൽ കൊടുത്തിട്ട് നമ്മൾ എന്തെങ്കിലും കണക്ക് കൂട്ടരുത്. ചില ഫണ്ടുകളൊക്കെ എടുക്കുമ്പോൾ ചിലപ്പോൾ 17, 18, 19, 20 കാണും ഹിസ്റ്ററിയിൽ, പക്ഷെ അതൊന്നും ചിലപ്പോൾ കിട്ടണമെന്നില്ല. അപ്പോൾ ഒരു ആവറേജ് വെച്ചിട്ട് നമ്മളെപ്പോഴും കണക്ക് കൂട്ടുക. ഹലോ അപ്പോൾ ഇത് ഞാൻ ഈ പറഞ്ഞത് മനസ്സിലായോ? അഥവാ നമ്മളൊരു ടാർഗറ്റ് നിശ്ചയിച്ച് നമുക്ക് ഈ കാൽക്കുലേറ്റർ ഉപയോഗിച്ചിട്ട് ആദ്യം തന്നെ മനസ്സിലാക്കാം നമ്മൾ എത്ര സിപ്പ് ചെയ്യണം, മന്ത്ലി സിപ്പ് ചെയ്യണമെന്ന് മനസ്സിലാക്കാം. ഓക്കെ. ഇനി അവിടെ അതുപോലെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ടാർഗറ്റ് ഇല്ല, നമ്മളിപ്പോൾ ഒരു 5,000 രൂപ മാസം ചെയ്യുകയാണ്, 10 വർഷത്തേക്ക് ചെയ്യുകയാണ്, ഈ ഒരു 15% റിട്ടേൺ കിട്ടിയ 10 വർഷം കഴിയുമ്പോൾ എത്ര വാല്യൂ ഉണ്ടാവുന്നും ഇവിടെ ഓപ്ഷൻ മാറ്റി നോക്കിയാൽ മതി. അങ്ങനെയും ചെയ്യാം. ഇവിടെ നമ്മളിപ്പോൾ ഓൾറെഡി സിപ്പ് ചെയ്യുന്നുണ്ട്, ഇതിനൊരു ഫൈനൽ വാല്യൂ എത്ര ഉണ്ടാവും എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പം തന്നെ ഒരു എറൗണ്ട് കണക്ക് നമുക്ക് ഇവിടുന്ന് കൂട്ടി വെക്കാം. ഉദാഹരണം പറഞ്ഞാൽ 5,000 രൂപ 10 വർഷം ചെയ്യുവാണെങ്കിൽ ഏകദേശം 13 ലക്ഷം രൂപ ഉണ്ടാവും 15% റിട്ടേൺ ആണെങ്കിൽ. ഹലോ അതുപോലെ അത് അപ്പോൾ ഇതിൽ വരുന്നൊരു വ്യത്യാസമുണ്ട്. ഇപ്പം 5,000 രൂപ 10 വർഷത്തേക്കാണെങ്കിൽ എറൗണ്ട് 15% 13 ലക്ഷമാണ്. അതൊരു 15 വർഷമാണെങ്കിൽ കണ്ടോളൂ, ഈ ടൈം വലിയൊരു ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എത്ര നേരത്തെ തുടങ്ങാൻ പറ്റുമോ. 15 വർഷമാണെങ്കിൽ ഏകദേശം 30 ലക്ഷം രൂപയാവും. ആദ്യത്തെ 5 വർഷം 13 ലക്ഷമേ ഉള്ളൂ, ആദ്യത്തെ 10 വർഷം 13 ലക്ഷമേ ഉള്ളൂ, പിന്നെ ഒരു 5 വർഷം കൂടെ കൂടുമ്പോൾ അത് 30 ലക്ഷം രൂപയായി.
ആ പിന്നെ ഒരു 5 വർഷം നമ്മൾ ആദ്യത്തെ 10 വർഷം ആകെ ഈ 13 ലക്ഷമാണ്. പക്ഷേ 20 വർഷത്തേക്കാണെങ്കിൽ ഏകദേശം 66 ലക്ഷം രൂപയാണ് ഉണ്ടാകുക. 5000 രൂപ നമ്മൾ എമൗണ്ട് മാറ്റിയിട്ടില്ല, ഈ വർഷം മാത്രമേ മാറിയിട്ടുള്ളൂ. അതാണ് ഇവിടെ ഈ കോമ്പൗണ്ടിങ്ങിൻ്റെ എഫക്റ്റ് കാരണം വർഷം മാറുമ്പോൾ വലിയ റിട്ടേണിൽ മാറ്റം വരും. ഇപ്പം എത്ര നേരത്തെ തുടങ്ങുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഇവിടെ ആദ്യത്തെ 10 വർഷം 13 ലക്ഷം രൂപയേ ഉള്ളൂ. 13 ലക്ഷം രൂപ ഉണ്ടോ, 13 ലക്ഷം രൂപയാണ് ആദ്യത്തെ 10 വർഷം. നെക്സ്റ്റ് ഒരു 10 വർഷം കൂടെ നമുക്ക് 20 വർഷം ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഉണ്ടോ അത് 66 ലക്ഷം രൂപയാണ്. വലിയൊരു ഡിഫറൻ്റ് ആണ്. അതിന് 5 വർഷം കൂടെ കൂടുവാണെങ്കിൽ ഉണ്ടോ ഇവിടെ ഈ അപ്പോൾ ഈ മ്യൂച്വൽ ഫണ്ടിൽ അതുകൊണ്ടാണ് വലിയ ലോങ് ടൈം നമ്മൾ ചെയ്യുന്നത്. ലോങ് ടൈം എത്ര പോകുന്ന 5 നമുക്ക് ആ കോമ്പൗണ്ടിങ്ങിൻ്റെ എഫക്റ്റ് കാണാൻ കഴിയും. 25 വർഷമാകുമ്പോൾ 1,30,00,000 രൂപയാണ്. എമൗണ്ട് നമ്മൾ മാറ്റിയിട്ടില്ല, ഒന്നും ജയിച്ചാക്കിയിട്ടില്ല, ഈ ടൈം മാത്രമേ മാറിയിട്ടുള്ളൂ. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ ഇതാണ് ഒന്ന് പരിചയപ്പെടുത്താനുള്ളത്, SIP കാൽക്കുലേറ്റർ. നമുക്ക് ഗോൾ പ്ലാൻ ചെയ്യുമ്പോഴോ നമ്മൾ സിപ്പ് ചെയ്യുന്ന എമൗണ്ടിൽ ഫൈനൽ വാല്യൂ എത്ര ഉണ്ടാകും നമുക്ക് ആദ്യം തന്നെ ഒന്ന് റഫായിട്ട് കണക്കൂട്ടി നോക്കാം. ക്ലിയർ അല്ലേ? ആ ഇനി ഇത് തന്നെ ഇതിൻ്റെ അതേ വെബിൽ തന്നെ നമുക്ക് താഴെ പോയി കഴിഞ്ഞാൽ CAGR കാൽക്കുലേറ്റർ കിട്ടും. ആണെന്നുണ്ടല്ലോ, വേണമെങ്കിൽ എഴുതി വെച്ചോളൂ CAGR കാൽക്കുലേറ്റർ. ഇത് നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി, ഫസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി, അതിനൊരു ഫൈനൽ വാല്യൂ ഉണ്ട്, ഇത്ര വർഷമായി എങ്കിൽ നമുക്ക് ഇതിന് എത്ര ശതമാനം റിട്ടേൺ കിട്ടിയെന്ന് പലർക്കും അറിയാറില്ല. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ ലാൻഡൊക്കെ വാങ്ങിയിട്ട് 5 വർഷം കഴിഞ്ഞ് വിൽക്കുക, 10 വർഷം കഴിഞ്ഞിട്ട് വിൽക്കുക. ഇതിന് നമുക്ക് എത്ര ശതമാനം കിട്ടി, അബ്സല്യൂട്ട് റിട്ടേൺ കിട്ടും. ഇപ്പോൾ 1 ലക്ഷം രൂപയ്ക്ക് വാങ്ങിയിട്ട് 1.5 ലക്ഷത്തിന് വിട്ട് 50% റിട്ടേൺ ആണ്. ചിലപ്പോൾ അത് 2-3 വർഷം കൊണ്ടൊക്കെ ആയിരിക്കും വിറ്റിട്ടുണ്ടാകുക. അപ്പോൾ അത് ആ ഒരു 50% നമ്മുടെ റിട്ടേൺ ആയിട്ട് പരിഗണിക്കാൻ കഴിയില്ല, അത് ഇയർലിയിലേക്ക് മാറ്റി നോക്കണം. ക്ലിയർ ആണോ? ഓക്കെ, ക്ലിയർ. ഇപ്പോൾ ഞാനിവിടെ 20 ലക്ഷം രൂപയ്ക്ക് ഒരാൾ 20 ലക്ഷം രൂപയ്ക്ക് ഒരാൾ ഒരു ലാൻഡ് വാങ്ങിയിട്ടുണ്ട്, 50 ലക്ഷം രൂപയ്ക്ക് വിറ്റു. 5 വർഷം കഴിഞ്ഞിട്ടാണ് വിറ്റതെങ്കിൽ നമ്മൾ വലിയ റിട്ടേൺ ആണെന്ന് ഓർക്കും. പക്ഷേ അത് പെർ ആനുവൽ 20% പെർ ആനുവൽ റിട്ടേൺ ഉള്ളൂ. അത് ഓക്കെ, പുതിയ ഒരാളും കൂടെ വന്നിട്ടുണ്ടോ? അപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ ഉദാഹരണം ഞാനിവിടെ ഒരു വേണം, നമ്മളൊരു ലാൻഡ് ഒരു 10 ലക്ഷം രൂപയ്ക്ക് അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്തോ ആയിക്കോട്ടെ, ഒരു 10 ലക്ഷം രൂപയ്ക്ക് ഇട്ടു. നമുക്ക് ഒരു 30 ലക്ഷം രൂപ കിട്ടി. അതിന് ഫൈനൽ വാല്യൂ നമുക്കൊരു 30 ലക്ഷം രൂപ കിട്ടി. നമ്മൾ 10 വർഷം കഴിഞ്ഞിട്ടാണ്, 10 വർഷമായിരുന്നു അതിൻ്റെ കാലയളവെങ്കിൽ നമ്മളോർക്കും വലിയ റിട്ടേൺ കിട്ടിയല്ലോ. 10 ലക്ഷം രൂപ ഇട്ടു, 30 ലക്ഷം രൂപ കിട്ടി, ഏകദേശം 200% റിട്ടേൺ കിട്ടി. പക്ഷേ പെർ ആനുവൽ റിട്ടേൺ എന്ന് പറയുന്നത് കേവലം 11% മാത്രമാണ്, 11.6 ആണ്. CAGR കോമ്പൗണ്ടിങ് റിട്ടേൺ വെച്ച് നോക്കുവാണെങ്കിൽ 11.6% റിട്ടേണേ ഉള്ളൂ. ഇത് പലപ്പോഴും ആളുകൾക്ക് ഈ ലാൻഡൊക്കെ വാങ്ങിയിട്ട് വിൽക്കുമ്പോൾ പറയും ഞാൻ വാങ്ങിയിട്ട് എനിക്ക് 3 ഇരട്ടി കിട്ടിയല്ലോ. ഈ 10 വർഷത്തിൻ്റെ ടൈം ആളുകൾ പരിഗണിക്കില്ല. അപ്പോൾ കേവലം റിട്ടേൺ എന്ന് പറയുന്നത് ഒരാൾ 10 ലക്ഷം രൂപയ്ക്ക് വാങ്ങിയിട്ട് 10 വർഷമാകുമ്പോൾ 30 ലക്ഷം രൂപയ്ക്ക് വിറ്റ് കഴിഞ്ഞാലും അദ്ദേഹത്തിൻ്റെ റിട്ടേൺ എന്ന് പറയുന്നത് കേവലം 11% മാത്രമാണ്. ഇത് അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു ലാൻഡൊക്കെ വാങ്ങിയിട്ട് അല്ലെങ്കിൽ വേറെ 2 ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി, എൻ്റെ 2 ടൈം പീരീഡാണ്. അപ്പോൾ ഇതിൽ ഏതിലാണ് കൂടുതൽ റിട്ടേൺ കിട്ടിയെന്ന് അറിയണമെങ്കിൽ നമ്മൾ ഇതിൻ്റെ എത്ര പ്രോഫിറ്റ് എത്ര ശതമാനം ഉണ്ടെന്ന് നോക്കിയാൽ നമുക്ക് ഇത് പെർ ആനുവൽ കണ്ടുപിടിക്കാൻ കഴിയില്ല. ഉദാഹരണം പറഞ്ഞാൽ ഒരു 10 ലക്ഷം രൂപയ്ക്ക് ഒരു സ്ഥലത്ത് ലാൻഡ് എന്തെങ്കിലും വാങ്ങിയിട്ടു, 3 വർഷം കഴിയുമ്പോൾ വിറ്റു, മറ്റേത് 5 വർഷം കഴിയുമ്പോൾ വിറ്റു, വേറെ എവിടെയെങ്കിലും വാങ്ങി 20 ലക്ഷത്തിൽ വാങ്ങി. ഇത് തമ്മിൽ ഏതിനാണ് കൂടുതൽ റിട്ടേൺ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എത്ര ശതമാനം റിട്ടേൺ കിട്ടി നോക്കിയാൽ നമുക്കിത് ഏതാ പെട്ടെന്ന് കൂടുതൽ റിട്ടേൺ എന്ന് പറയാൻ കഴിയില്ല. കാരണം എപ്പോഴും നമ്മൾ റിട്ടേൺ ROI എന്ന് പറയുന്നത്, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഇയർലി നമ്മൾ കണക്കൂട്ടി നോക്കണം, എങ്കിലേ ഇതിൽ ഏതിലാണ് കൂടുതൽ റിട്ടേൺ എന്ന് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ CAGR കാൽക്കുലേറ്റർ ഉപയോഗിക്കാം. ഇതിൽ 3 വാല്യൂ വേണ്ടു. നമ്മൾ ഫസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് വാല്യൂ, ഫൈനൽ വാല്യൂ, ടൈം എത്ര ടൈമാണെന്നുള്ളത്, വർഷം. ഈ 3 വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പെർ ആനുവൽ CAGR റിട്ടേൺ നമുക്കിവിടെ കിട്ടും. ക്ലിയർ ആണല്ലോ? അങ്ങനെ ഈ കാൽക്കുലേറ്റർ നമുക്ക് ഉപയോഗിക്കാം, CAGR കാൽക്കുലേറ്റർ. ഹലോ, ക്ലിയർ ആണോ? ഞാൻ പറഞ്ഞത് ഇതിലെന്തെങ്കിലും സംശയം ഉണ്ടോ? ഞാൻ പറഞ്ഞതിൽ ക്ലിയർ അല്ലേ? ഞാൻ എന്താ പറഞ്ഞതെന്ന്?
അഥവാ നമ്മൾ റിട്ടേൺ എപ്പോഴും പെർ ആനുവലായിട്ട് കണക്ക് കൂട്ടി വെക്കണം. അല്ലെങ്കിൽ നമുക്ക് വലിയ റിട്ടേൺ കിട്ടിയെന്നൊക്കെ നമുക്ക് തോന്നും. ഇപ്പോൾ ഇതിൽ കണ്ടോ 10 ലക്ഷം റിട്ടേൺ 30 ലക്ഷം കിട്ടുമ്പോൾ നമ്മൾ 200% റിട്ടേൺ കിട്ടിയില്ല. പക്ഷേ അവിടെ 10 വർഷം ടൈമുണ്ട്. അപ്പോൾ ഈ 10 വർഷത്തിൽ 10 ലക്ഷം രൂപ 30 ലക്ഷം ആവുക എന്ന് പറയുന്നത് കേവലം 11% റിട്ടേൺ ആണ് പെർ ആനുവൽ. ക്ലിയർ ആണല്ലോ? അതെ, ക്ലിയർ ആണ്. ആരോ വന്നിട്ടുണ്ട്, നോക്കട്ടെ. ഇനി അപ്പോൾ 2 കാൽക്കുലേറ്ററായി. ഇനി ഇതിന് നേരെ ഓപ്പോസിറ്റ് ഒരു കാൽക്കുലേറ്റർ ഉണ്ട്. ഇത് നമ്മളിപ്പോൾ കണ്ടത് CAGR കാൽക്കുലേറ്റർ ആണ്. അഥവാ നമ്മൾ ഫസ്റ്റ് വാല്യൂ ഉണ്ട്, ഫൈനൽ വാല്യൂ ഉണ്ട്, നമ്മുടെ വർഷം അറിയെങ്കിൽ അതിൻ്റെ റിട്ടേൺ കണ്ടുപിടിക്കാം. ഇനി നേരെ ഇതിന് ഓപ്പോസിറ്റാണ് CAGR കാൽക്കുലേറ്ററിൻ്റെ ഓപ്പോസിറ്റാണ് റിവേഴ്സ് CAGR കാൽക്കുലേറ്റർ. ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്താൽ മതി. ഇവിടെ നമുക്കിപ്പോൾ അറിയാം, നമുക്കൊരു CAGR ഒരു 15% റിട്ടേൺ കിട്ടാൻ സാധ്യതയുള്ളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ ചെയ്യുകയാണ്. അപ്പം നമ്മൾ ലംസമായിട്ട് ഒരു എമൗണ്ട്, ഇത് ആളുകൾ വരുന്നുണ്ട് പക്ഷെ അത് ഇങ്ങോട്ട് എടുക്കാനും കിട്ടുന്നില്ല. ഇവിടെ ആക്സെപ്റ്റ് കൊടുക്കാൻ ഇവിടെ നമുക്കിപ്പോൾ അറിയാം, നമ്മളിപ്പോൾ ഒരു 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. ഹലോ, കേൾക്കാമല്ലോ? ഓക്കെ, നമ്മളിപ്പം 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. നമുക്കറിയാം ഇതൊരു CAGR റിട്ടേൺ നമുക്കൊരു 15% കിട്ടാൻ സാധ്യതയുണ്ട്. നമ്മളൊരു 5 വർഷത്തേക്കാണ് ചെയ്യുന്നതെങ്കിൽ 5 വർഷമാകുമ്പോൾ ഇതിൻ്റെ വാല്യൂ എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നേരെ റിവേഴ്സ് CAGR ഉപയോഗിക്കുക. മറ്റേത് നേരെ ഓപ്പോസിറ്റാണ്. ആദ്യം ഇൻവെസ്റ്റ് ചെയ്തു, നമുക്ക് ഫൈനൽ വാല്യൂ നമുക്ക് കിട്ടിക്കഴിയുമ്പോൾ ഇത് എത്ര റിട്ടേൺ കിട്ടിയെന്ന് മനസ്സിലാക്കാനാണ്. ഇത് നേരെ ഓപ്പോസിറ്റാണ്, നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങുന്ന സമയത്താണ്. ഇവിടെ വന്നിട്ട് കാൽക്കുലേറ്റർ അടിച്ച് കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ, ഞാൻ 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തു, 15% റിട്ടേൺ കിട്ടി. 5 വർഷം കൊണ്ട് അത് ആണെങ്കിൽ അതിൻ്റെ ഫൈനൽ വാല്യൂ എന്ന് പറയുന്നത് 2 ലക്ഷത്തിൻ്റെ മുകളിലായിരിക്കും. അഥവാ 15% CAGR റിട്ടേൺ കിട്ടിയാൽ ഓരോ 5 വർഷത്തിലും ഡബിൾ ആവും. സിമ്പിൾ കണക്കാണെങ്കിൽ നമുക്ക് 15% റിട്ടേൺ കിട്ടുവാണെങ്കിൽ, ഇപ്പോൾ മ്യൂച്വൽ ഫണ്ടിന് ആവറേജ് നമ്മളൊരു 15% റിട്ടേണാണ് പറയുക സ്റ്റോക്ക് മാർക്കറ്റിന്. അത് 5 വർഷം കൊണ്ട് ഡബിൾ ആവും. ഓരോ 5 വർഷത്തിലും ഡബിൾ ആവും. 7% ആണെങ്കിൽ നമ്മൾ FTയുടെ റിട്ടേൺ 7% പറയുമെങ്കിൽ 7%-ആണെങ്കിൽ 10 വർഷം വേണം ഡബിൾ ആകാൻ. കാര്യം മനസ്സിലായോ? ഈ കാൽക്കുലേറ്റർ എന്തിനാണെന്ന് മനസ്സിലായോ? അഥവാ നമ്മൾ ആദ്യം തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്നു, നമുക്ക് റിട്ടേൺ ഇത്ര കിട്ടുമെന്ന് ഏകദേശം ഒരു ധാരണയുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മളെ ഫ്യൂച്ചറിലുള്ള വാല്യൂ കണ്ടുപിടിക്കാനാണ് റിവേഴ്സ് CAGR കാൽക്കുലേറ്റർ ഉപയോഗിക്കുക. ക്ലിയർ അല്ലേ? ഹലോ, ക്ലിയർ ആണ്. ക്ലിയർ ആണ്. അപ്പോൾ 2 കാൽക്കുലേറ്റർ നമ്മൾ വ്യത്യാസം പറഞ്ഞല്ലോ. CAGR ആണെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്തു, നമുക്ക് ഫൈനൽ വാല്യൂ കിട്ടി, അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് പിൻവലിച്ചു. ഈ കിട്ടിയ റിട്ടേൺ എത്ര ശതമാനമാണ്, എത്ര CAGR റിട്ടേൺ ആണ് കിട്ടിയത് കണ്ടുപിടിക്കാനാണ് CAGR ഉപയോഗിക്കുക. റിവേഴ്സ് CAGR ആണെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങുമ്പോൾ തന്നെ ഒരു ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ ചെയ്യുന്നു, നമുക്കൊരു ഇത്ര % കിട്ടിയാൽ ഫൈനൽ വാല്യൂ എത്രയായിരിക്കും ഇത്ര വർഷമാകുമ്പോൾ, ഇത് കണ്ടുപിടിക്കാനാണ് റിവേഴ്സ് CAGR കാൽക്കുലേറ്റർ ഉപയോഗിക്കുക. അഥവാ നമ്മൾ ഒരു മ്യൂച്വൽ ഫണ്ടിൽ ഒരു 5 ലക്ഷം രൂപ ഒരാൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു, എന്നിട്ട് അദ്ദേഹത്തിന് ആവറേജ് ഒരു 15% അദ്ദേഹം റിട്ടേൺ പ്രതീക്ഷിക്കുന്നത്. ഒരു 10 വർഷമാകുമ്പം ഇതിൻ്റെ വാല്യൂ എത്രയായിരിക്കും എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഇവിടെ ഞാൻ വർഷം കൊടുത്തു. ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റർ അടിച്ച് കഴിഞ്ഞാൽ 5 ലക്ഷം രൂപ ഒരാൾ 15% ചെയ്യുവാണെങ്കിൽ അത് 10 വർഷമാകുമ്പോൾ 20 ലക്ഷം രൂപയുടെ മുകളിലായിരിക്കും. മനസ്സിലായോ? ആദ്യത്തെ 5 വർഷം അത് 10 ആയി, അടുത്ത 5 വർഷം എന്താണ്, ഈ 10 പിന്നെ ഡബിൾ ആകുക, 20 ലക്ഷം രൂപയാവും 10 വർഷം കൊണ്ട്. ഏകദേശം 4x ആവും. ഒരു ആവറേജ് 15% നമുക്ക് CAGR റിട്ടേൺ കിട്ടിയാൽ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് 10 വർഷം കൊണ്ട് 4x ആവും. അപ്പോൾ ഇതിങ്ങനെ നമുക്ക് ആദ്യം തന്നെ ഒരു ലംസം ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഇതിൽ ആദ്യത്തെ സിപ്പിൽ, മറ്റേത് സിപ്പാണ് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയുക, മന്ത്ലി സിപ്പ്. ഇത് ലംസം കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഈ റിവേഴ്സ് CAGR കാൽക്കുലേറ്റർ ഉപയോഗിക്കാം. അപ്പോൾ 3 കാൽക്കുലേറ്ററായി. ഇനിയുള്ളത് മ്യൂച്വൽ ഫണ്ടിന്റെ ഓവർലാപ്പ് ചെക്ക് ചെയ്യാൻ.